അഥ ചതുർത്ഥകാണ്ഡം. പാരിനാധാരമാം പരമാത്മാവേ ബ്രഹ്മമേ, പ്രാർത്ഥനാ പുഷ്പമായി അർപ്പിച്ചിടുന്ന മനസ്സും പാരം വളർന്നിടണം നിന്നോട് എന്നുള്ളിൽ ഭക്തി. പാദം പുൽകും സൂനമാക്കിയിടുകല്ലേ എന്നാളും പ്രാർത്ഥനാനന്തരം സൂതനോട് ആരാഞ്ഞ് അന്തകൾ വിശ്വകർമ്മൽ പ്രഥമകൽപ്പേ മാർത്താണ്ഡ സൃഷ്ടി ചെയ്ത് ഉലകിലാനന്ദം ഏകിയ വൃത്താന്തങ്ങൾ സർവം വിസ്താരമായിട്ടോതിയിടയണേ മഹാത്മങ്ങൾ. ജ്ഞാന കുതികളാം അന്തരന്മാരെ കേൾക്കാം. പൂരുഷാകാരം പോലുള്ള സൂര്യനെ മാർത്താണ്ഡന്റെ വൃത്താന്തങ്ങളെല്ലാം അറിവുള്ളവൾ ചെന്നിടാം. വിശ്വനാഥന വിശ്വകർമാവിൻ കാരുണ്യത്താൽ അണ്ടത്തിൽ ബ്രഹ്മവാസം ചെയ്തു. പക്ഷസഹസ്രമായതെല്ലാം ഉന്നേകനും ചൊന്നത് ബ്രഹ്മാണ്ടനാഥനാൽ അണ്ടത്തിൽ നിന്ന് ആദ്യ സൃഷ്ടിയായിടും മാർത്താണ്ഡനെ ആദിത്യനെന്ന് ചൊല്ലാം. കാലമേറെ കിടക്കവേ ഏറി വന്ന് അഗ്നിതുല്യമാതാപത്തളഞ്ഞു പ്രപഞ്ചം. ദേവാസുരന്മാരെ ഋഷീശ്വരർ പ്രജാപതിമാർ പ്രാർത്ഥിച്ചു, ശരണമർദ്ദിച്ചു ആദിത്യനോടായി. മാർത്താണ്ഡദേവ ഭഗവാനെ ആദിത്യമൂർത്തയെ അഗ്നിതുല്യമാതപദേശാൽ തേജസ്സിനാലേ ലോകർക്കുണ്ടാകും പീഡയെല്ലാം നീങ്ങിയിടുവാൻ ദേവാനിൻ താപം ശോഷിപ്പിച്ച് അനുഗ്രഹിക്കണേ ഭാസ്കര. കർമ്മസാക്ഷി അമർക്ക് നിത്യം പറഞ്ഞാനപ്പോൾ ഹേ ദേവന്മാരെ ശ്രേഷ്ഠന്മാരെ കേൾക്കണം. നിങ്ങൾ താപ ശോഷണമെന്നാൽ സാധ്യമാവില്ലല്ലോ. സൃഷ്ടികർത്താവും വിശ്വകർമാവിനാലേ സാധ്യം പ്രാപിച്ചിടണം. നിങ്ങൾ വിശ്വകർമാവിൻ പാദം പ്രീതി കൊണ്ടിടിൽ ബ്രഹ്മതാപങ്ങളെല്ലാം തീർക്കും. അർക്കവാക്യങ്ങൾ കേൾക്കേ ബ്രഹ്മ സ്തുതികൾ പാടി അർദ്ധിച്ചവർക്ക് മുന്നിൽ പ്രത്യക്ഷനായ ദുഷ്ടാവ് മാൽകളെല്ലാം കേൾക്കവേ ബ്രഹ്മൻ ഭഗവൻ താപമാറ്റുവാനായി ചക്രത്താക്കി നിർത്തി അർക്കനെ ചെയ്ത് അഭിഷേകം അമൃത് കൊണ്ട് വീണ്ടും വീണ്ടും മാർത്താണ്ഡ തേജസ്സിൽ ശോഷണമുണ്ടായി. മെല്ലവേ ദുഷ്ടാവ ആദിത്യഗാത്രം മെല്ലെ ഒഴിഞ്ഞിടവേ തേജസ് പ്രവർത്തിച്ച് പാദത്തിലേക്കായി പാതയെ ആഗമിച്ച തേജസ്സിനെ വിശ്വബ്രഹ്മൻ നിർമ്മിച്ച അവധിയമായുധ സഞ്ചയങ്ങൾ നിർമ്മിച്ചനവധിയാം ആയുധ സഞ്ചയങ്ങൾ ശൂലം സുദർശന ചക്രം ശക്തി വജ്രംഗത വില്ല് വെൺമഴു ആദിയായതും ദേവർക്കേകയും അർക്കതേജസ്സിന് ബാക്കിയാം ഒരു ഭാഗം മാത്രം ആദിത്യനേകെ പുരുഷാകൃതിയും കൽപ്പിച്ച വിശ്വകർമ്മ ബ്രഹ്മ സുഖായത്രേ ശക്തിയാലേ കൽപ്പഗ്രഹത്തിനെയും കാമധേനുവിനെയും ഉൽപ്പന്നമാക്കി കൽപ്പവൃക്ഷത്തെ ദേവർക്കേകെ ദിവ്യ ഗോവിന്ദാനം ചെയ്ത ഋഷീശ്വരന്മാർക്കായി